എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇടുക്കി തന്നെയാണ്. ഇടുക്കിയിലെ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പം സമയം ഏകദേശം ഒരു 6:30 മണി, 6:45 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അടയാളക്കല്ല് എന്ന് പറഞ്ഞ വ്യൂ പോയിൻ്റിലാണുള്ളത്. ഇത് അവിടെയാണ് നമ്മൾ വണ്ടി വെച്ചിട്ട് ഞാനിങ്ങോട്ട് നടന്നിറങ്ങി വന്നതാണ്. കിടുക്കം വ്യൂ ആണ് രാവിലത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. അതുകൊണ്ട് ഫുള്ള് മഞ്ഞ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ ഇത് മഞ്ഞ് കുറച്ച് മാറിയിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു കുറച്ച് ദൂരത്തേക്ക് ഇപ്പം വിസിബിലിറ്റി ഉള്ളൂ. മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന അടയാളക്കല്ല് വ്യൂ പോയിൻറ്റ്. സൂര്യോദയം കാണാൻ വേണ്ടി പറ്റും ഇവിടെ രാവിലെ വരുവാണെങ്കിൽ. ഒരു 6:45 ടൈമായിട്ടുള്ളൂ. അടയാളക്കല്ല് എന്ന പേര് വരാൻ വേണ്ടി കാരണം ഈ കല്ലാണ്. ഇതാണ് അടയാളക്കല്ലെന്ന് പറയുന്നത്. തൊട്ട് ചേർന്നൊരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇവിടുന്ന് തുടങ്ങി ഈ സൈഡിൽ വഴി മുഴുവൻ, ആ സൈഡിലൂടെ എല്ലാം ഫുള്ള് വ്യൂ പോയിൻ്റ് തന്നെയാണ്. ഏറ്റവും വരാൻ ബെസ്റ്റ് സമയം രാവിലെ കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ നേരത്തെ വന്നായിരുന്നു, പക്ഷേ അന്നേരം ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഫുള്ള് മഞ്ഞിലിങ്ങനെ കുളിച്ച് കിടക്കുക. ഫുള്ള് മഞ്ഞ് കുതിർന്ന് കിടക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല. ഇതിപ്പോൾ കണ്ടോ, താഴെ ഇപ്പോഴും മഞ്ഞ് ക്ലിയർ ആയിട്ടില്ല. ഫുള്ള് മഞ്ഞ് തന്നെ. കോട കയറിയിട്ട് ഒരു രക്ഷയില്ല. ചിലപ്പോൾ ഇത് 10 മണി വരെ, രാവിലെ 10 മണി വരെ ഈ മഞ്ഞുണ്ടാവുമെന്നാണ് ഇവർ പറഞ്ഞത്. ഇവർ സ്ഥിരമായിട്ട് വരാറുള്ള സ്ഥലമാണ്. ഇതുണ്ട്, ഇതിലിങ്ങനെ നടക്കാൻ നല്ല രസം. താഴെ മുഴുവനും ഇത് എന്താ പറയണ്ടേ, ഈ മഞ്ഞുതുള്ളി വീണിട്ട് നനഞ്ഞ് കിടക്കുക. അടയാളക്കല്ല് വ്യൂ പോയിൻ്റ് സൂപ്പറാട്ടോ. ഇടുക്കി ജില്ല ഞാൻ കട്ടപ്പനയുടെ ഒരു പോർഷനെ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പം ബാക്കി കവർ ചെയ്യുമ്പോഴത്തേക്കും എന്തായിരിക്കും ഭംഗിയെന്ന് ആലോചിച്ച് നോക്കുക. ഇതിവിടെ വന്നിട്ട് താഴോട്ടുള്ള വ്യൂ നമുക്ക് കാണിച്ചു തരും. ഇപ്പം ഇത് കണ്ടോ, ഇത് മുഴുവൻ മഞ്ഞിൽ കുതിർന്ന് നിൽക്കുന്ന സ്ഥലം കോടയിൽ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ താഴോട്ടുള്ള വ്യൂ ഒക്കെ നല്ല വ്യൂ ആണ്. ഇപ്പോൾ ഇടുക്കി കട്ടപ്പനയിൽ ഞാനിവിടെ വന്നിട്ടേ ഓരോ സ്ഥലവും കവർ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതൊരു വ്യൂ പോയിൻ്റ് കയറി നിന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഒത്തിരി പോർഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒത്തിരി ഭാഗം നമുക്ക് വ്യൂ കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന താഴേക്കുള്ളതാണെങ്കിലും ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഒരു വട്ടമുള്ള ഫുൾ വ്യൂ തന്നെ നമുക്ക് ഒത്തിരിയും വലിയ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഭംഗിയുള്ള വ്യൂ. പ്രവീൺ ഞങ്ങൾ 4 പേരെ വന്നിട്ടുള്ളത്. എല്ലാവരും താഴെ കണ്ടേ, പ്രവീൺ അവിടെ ഇരിപ്പുണ്ട്. അമ്മമാരപ്പുറത്ത് മാറി നിന്ന് വ്യൂ കാണുന്നുണ്ട്. ഇത് പുറകിൽ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് മുന്നോട്ടേക്ക് കിടന്നിട്ടുള്ള വ്യൂ ആണ്. ഇവിടെ കോട കയറിയതൊക്കെ അത്യാവശ്യം കുറച്ച് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. താഴെ കൃഷി സ്ഥലമാണ്. താഴെ വാഴയാന്ന് തോന്നില്ലടാ, വാഴയും കപ്പയൊക്കെയാണ്. ഇത് അവിടെ ഒരു വീടുണ്ടോ, ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഉള്ള മുഴുവൻ വാഴ, കപ്പ, അങ്ങനത്തെ കൃഷിയാണ്. താഴെ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ഈ സൈഡിൽ കോട ഏകദേശം ക്ലിയർ ആയി. പക്ഷേ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുവാണെങ്കിൽ മഞ്ഞിപ്പോഴും ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഈ റോഡിൽ നിന്നിട്ട് നമ്മൾ ആദ്യത്തെ വ്യൂ എടുത്തത്. ഇപ്പം മുകളിലത്തെ തട്ടിൽ നിന്നിട്ടുള്ള വ്യൂ ആണ്. മഞ്ഞ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. മഞ്ഞ് മാറിയിട്ടൊരു ഷോട്ട് എടുത്ത് പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ മഞ്ഞ് മാറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. നമ്മൾ വന്ന സമയത്തിനേക്കാളും ഇപ്പോൾ ഇതാ സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ട്. മഞ്ഞ് കൂടി വരുന്നതല്ലാണ്ട് കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ വന്നിട്ട് നോക്കാം നമുക്ക്. ഏകദേശം 8 മണിയായിരിക്കുകയാണ് സമയം. നമ്മൾ 8 മണി വരെ വെയിറ്റ് ചെയ്തു. മഞ്ഞ് കൂടി വരുന്നതല്ലാണ്ട് സൂര്യൻ ഉദിച്ച് നല്ലപോലെ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. പക്ഷേ മഞ്ഞ് കുറയുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. അപ്പം ഈ വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് സൈൻ ഓഫ് ചെയ്യുവാണ്. അപ്പം ഇടുക്കിയിലെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.
ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.